നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നൊരു കാര്യം പറഞ്ഞു തരികയും അതുപോലെ കാണിച്ചു തരികയും ചെയ്യുന്ന ഒരു ഐറ്റമാണത്. നമ്മൾ സൈഡ് കുറയ്ക്കാനാണ്. ഈ സൈഡ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് സൈഡ് കുറയ്ക്കാനുള്ള എക്സസൈസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് അതിൽ നിന്ന് വേറൊരു രീതിയിലുള്ള സൈഡ് കുറയ്ക്കുന്ന ഒരു എക്സസൈസാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും അറിയാമെന്നുള്ള എക്സസൈസ് ആയിരിക്കും, കാരണം ഈ വ്യായാമം എല്ലാ ജിമ്മുകളിലും പഠിപ്പിക്കുന്നതാണ്. അത് വീട്ടിൽ ചെയ്യുന്നവർക്ക് ഇതുവരെ അറിയത്തില്ലെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ അതൊന്ന് കാണിച്ചു തരാം. അത് ഡമ്പൽ കൊണ്ടോ ഇല്ലെങ്കിൽ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ ആ കുപ്പിയിൽ കുറച്ച് മണലോ അല്ലെങ്കിൽ അതുപോലെ പൊടിമണ്ണോ എന്തെങ്കിലും ചേർത്ത് നിറച്ചതിന് ശേഷം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യത്തിന് ചെയ്യാം. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അതും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. തീർച്ചയായിട്ടും ഈ നേരത്തെ വയറിൻ്റെ സൈഡ് കുറയ്ക്കാൻ വേണ്ടി കുറച്ച് എക്സസൈസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു സംശയമുണ്ട്, ഇനി അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. അപ്പോൾ അതിന് സംശയം അതും കൂടെ തീർത്തുതരാം. ഒരു കാരണവശാലും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സൈഡ് ഒരു വ്യായാമം, അതായത് ഒരു ശരീരത്തിൻ്റെ ഭാഗത്ത് പല രീതിയിലെ വ്യായാമങ്ങളുണ്ട്. അത് നമ്മൾ പല സമയത്തായിട്ട് പറഞ്ഞു തരികയും കാണിച്ചു തരികയും അല്ലെങ്കിൽ ചെയ്തിട്ടിരിക്കുകയും ചെയ്യും. അത് നിങ്ങൾക്ക് എപ്പോഴാണോ അത് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ആ സമയത്ത് എടുത്ത് നിങ്ങൾ ചെയ്യുക. എല്ലാം കൂടി ഒരു ദിവസം ചെയ്ത് അങ്ങനെ ഒറ്റയടിക്ക് കുറയ്പ്പിക്കാൻ നോക്കരുത്. അങ്ങനെ കുറയത്തില്ല. ഏതെങ്കിലും ഒരു ഭാഗം, ഇപ്പോൾ ഞാൻ മുൻപ് സൈഡ് കുറയ്ക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് ചെയ്തു വരിക. അത് നിങ്ങൾക്ക് ചെയ്ത് വന്നതിന് ശേഷം എഫക്റ്റ് ചെയ്യാതെ വരുമ്പോൾ അടുത്തതിലോട്ട് പോവുക. അങ്ങനെ വേണം വർക്കൗട്ട് ചെയ്യുക. എപ്പോഴും വ്യായാമത്തിലോട്ട് ചേഞ്ച് വരുത്. അല്ലാതെ ഒരു കാരണവശാലും അതിൽ നിന്ന് കുറച്ച് ഇതിൽ നിന്ന് കുറച്ച് അങ്ങനെ എല്ലാം കൂടി വലിച്ചുവാരി ചെയ്ത് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ പെട്ടെന്നൊരു ശരീരത്തിൻ്റെ ഒരു വ്യത്യാസപ്പെടുത്തി കളയാമെന്ന് വിചാരിച്ച് ആരും ചിന്തിക്കരുത്. അത് തെറ്റായ ഒരു നിങ്ങളുടെ ധാരണയാണ്. അങ്ങനെ ഉണ്ടാകത്തില്ല. നമ്മളത് ഇപ്പം നമ്മളൊരു സാധനം നമ്മളത് ഒരു ഭാഗത്ത് ഇതുപോലെ കുറയ്ക്കണമെന്നില്ല. അതുപോലെ ചില കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മളിപ്പോൾ ഈ വ്യായാമം ചെയ്യാൻ വേണ്ടി ഒരു ഭാഗത്തുള്ള കൊഴുപ്പ് അല്ലെങ്കിൽ ഒരു ഭാഗത്തുള്ള സൈഡ് ഇങ്ങനെ കുറയ്പ്പിക്കാൻ സമയത്ത് അത് മാത്രമായിട്ട് വന്ന് ചെയ്ത് കുറയ്ക്കാം അല്ലെങ്കിൽ കുറപ്പിക്കാമെന്ന് ആരും വിചാരിക്കരുത്. ഒരു കാരണവശാലും അങ്ങനെ കുറയത്തില്ല. നമ്മൾ മറ്റ് എക്സസൈസ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ബോഡി നല്ല ചൂടാക്കി നല്ല ചൂടിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഇത്തരം എക്സസൈസുകൾ ചെയ്യാനും. അതും നിങ്ങൾക്ക് അത് വേണമെന്ന് തോന്നുന്ന സമയങ്ങളിൽ ചെയ്താൽ മതി. ഈ ഇപ്പോൾ ഒരു സമയം നമ്മളിപ്പോൾ വ്യായാമം ചെയ്തുകൊണ്ട് തുടങ്ങിയതേ ഉള്ളൂ. ആ തുടക്കക്കാർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ആ തുടക്കക്കാരെന്നുള്ള രീതിയിൽ അവർ ഒരു മാസം കഴിഞ്ഞിട്ട് ഇത്രയും ഡമ്പലൊക്കെടുത്തുള്ള സൈഡ് കുറയ്ക്കുന്ന എക്സസൈസ് ചെയ്ത് ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ ആൻഡ് എക്സസൈസ് ചെയ്ത് നമ്മളെ ശരീരത്തെയും മനസ്സിനെയൊക്കെ ഒന്ന് പാകപ്പെടുത്തി എടുക്കണം. അങ്ങനെ ഈ വ്യായാമമായിട്ടൊന്ന് യോജിപ്പിക്കണം. നമുക്ക് വ്യായാമം ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാക്കണം നമ്മുടെ മനസ്സിന്. എന്നിട്ട് വേണം നമ്മൾ ഇതുപോലുള്ള ചില എക്സസൈസുകൾ എടുത്ത് ചെയ്യാൻ. ഇല്ല എല്ലാം കൂടി എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ മടുപ്പ് തോന്നും. അയ്യോ ഇനിയിപ്പോൾ നാളെ ഇത് ചെയ്യണ്ടേ അല്ലെങ്കിൽ മറ്റേതെല്ലാം ചെയ്യണ്ടേ, ഇത് 1 മണിക്കൂർ കൊണ്ട് എന്തെല്ലാം എനിക്ക് ചെയ്യണം, അങ്ങനെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മടുപ്പ് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഒരു എളുപ്പ വഴി എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് പോലെ പറ്റുന്നത് മാത്രം ചെയ്താൽ മതി. ഒരു കാരണവശാലും ഇതിൽ നിന്നൊക്കെ കണ്ടിട്ട് അത് കുറച്ച് ചെയ്യണം ഇത് കുറച്ച് ഇതെല്ലാം ചെയ്താലേ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവുള്ളൂ, ഇതെല്ലാം ചെയ്യണമല്ലോ, അങ്ങനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത്. അങ്ങനെ ഇല്ല, ആ ഒരു രീതിയേ ഇല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രം ചെയ്താൽ മതി. 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ദിവസം അത് ചെയ്താൽ മതി. അതിൽ നിന്ന് നമ്മൾ തൃപ്തയാവുക. അതിൽ നമുക്ക് ഒരു എന്താ പറയുക, നമുക്കൊരു അതുകൊണ്ട് നമ്മൾ തൃപ്തനാവണം. അപ്പോൾ അത് അല്ലാതെ എല്ലാം കൂടി വലിച്ചുവാരിട്ട് ചെയ്താൽ നമുക്ക് ഒരു റിസൾട്ടും കിട്ടും. നമുക്ക് ഒന്നിലും പെടാതെ ആയിപ്പോൾ മടുപ്പ് ഒന്ന് മതിയാക്കേണ്ടി വരും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാനാണ് ഞാനൊന്ന് സൂചിപ്പിച്ചത്. ഒരു കാരണവശാലും വന്ന ഉടനെ ഇതിപ്പോൾ സൈഡ് കുറയ്ക്കുക, എൻ്റെ സൈഡ് പെട്ടെന്ന് അങ്ങ് കുറയ്ക്കണം എന്ന് വിചാരിച്ച് നിങ്ങൾ സൈഡ് മാത്രം കുറയ്ക്കുന്ന എക്സസൈസ് അങ്ങനെ ചെയ്യരുത്. എല്ലാ എക്സസൈസും ചെയ്തതിന് ശേഷം അവസാനം വേണം ഈ ഡമ്പൽ കൊണ്ടുള്ള എക്സസൈസുകളും ഒരു ഭാഗത്ത് കൂടുതൽ കുറയ്ക്കാനുണ്ടെങ്കിൽ കുറയ്ക്കാനും ചെയ്യാനും പാടുള്ളൂ. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ ഫുഡിൻ്റെ കൺട്രോൾ വേണം. അതുപോലെ ഫുഡ് കഴിക്കണം, എന്തൊക്കെ കഴിക്കണമെന്നും എന്തൊക്കെ കഴിച്ചുകൂടാന്നൊക്കെ ഞാൻ എൻ്റെ ഡയറ്റിൽ ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വേണം. വ്യായാമം കഴിഞ്ഞാൽ ഉടനെ അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ ഈ ഫുഡ് കഴിക്കേണ്ടത്, അതനുസരിച്ച് ആ ഫുഡിൻ്റെ കാര്യവും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. മനസ്സിലായല്ലോ? അപ്പോൾ ഫുഡ് വ്യായാമത്തിന് ശേഷം കഴിക്കേണ്ട ഫുഡ്, അതായത് ബോഡി വെയിറ്റ് കുറയ്ക്കേണ്ട ഒരാളുടെ ഫുഡ് എന്താണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വേണം തീർച്ചയായിട്ടും വ്യായാമം ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഡമ്പലെടുത്തു ഉണ്ടല്ലോ, ഡമ്പലെടുത്ത് ഇതിപ്പോൾ ഡമ്പലാവാം, ഇല്ലെങ്കിൽ വെള്ളം ആകാം, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുപ്പിക്കുള്ളിൽ മണലോ അങ്ങനെ എന്ത് വേണോ എന്തെങ്കിലും ഒരു വസ്തു അതിനകത്ത് നിറച്ച് വെയിറ്റിന് വേണ്ടിയാണ്. അപ്പോൾ ചെയ്യേണ്ടത് വയറൊന്ന് അകത്തോട്ട് പിടിക്കണം. വയറകത്തോട്ട് പിടിച്ചോണം ചെയ്യാം. എന്നിട്ട് നിവർന്ന് നിൽക്കണം. ബോഡി ഒരിക്കലും ഇങ്ങനെ വളഞ്ഞു നിന്നോ വയറുന്തി ഫ്രണ്ടിലോട്ട് വെച്ചോ ഈ വർക്കൗട്ട് ചെയ്യരുത്. എന്നിട്ട് കാല് കണ്ടോ ചെറിയൊരു ബെൻഡ് കൊടുക്കണം കാലിന്.
സ്ട്രെയിറ്റ് ഇങ്ങനെ നിൽക്കുക, ചെറിയൊരു ബെൻഡ്, എങ്കിൽ മാത്രമേ നമ്മളെ ബോഡി വെയിറ്റ്, നമ്മുടെ കയ്യിലിങ്ങനെ വെയിറ്റ് നമ്മുടെ കാലിൻ്റെ മസിലിൽ നിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇന്ന് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇത് വരും, അതങ്ങനെ വരാം. അതാണ് ഇങ്ങനെ, അതായത് നമ്മൾ കാലിന് ബലപ്പിച്ചിലേക്കുണ്ടോ, ഇങ്ങനെ നമ്മൾ സൈഡ് ഇങ്ങനെ കുറയ്ക്കുമ്പോൾ നമ്മൾ കാൽ ഇങ്ങനെ ഡിപ്പ് ഇങ്ങനെ വരും. അത് വരാതിരിക്കാനാണ്, കാലൊന്ന് ബലപ്പിക്കാൻ വേണ്ടി നമ്മളെ ബോഡി വെയിറ്റ് ഒന്ന് സ്റ്റിഫാക്കാൻ വേണ്ടിയാണ്, ബോഡി ഒന്ന് സ്റ്റിഫാക്കാൻ വേണ്ടിയാണ്, ബലപ്പിക്കാൻ, അനങ്ങാതിരിക്കാനാണ്. അപ്പോൾ അതിങ്ങനെ വയ്ക്കുക. ഓക്കെ, നിവർന്ന് നിൽക്കുക, അകത്തോട്ട് പോലും. അത് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കൈ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വരും, ഈ റെസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വെളിയിലോട്ട് വളയും, ഇങ്ങനെ അകന്ന് പോവാം. അങ്ങനെ ചെയ്യരുത്, നമ്മൾ ഇങ്ങനെ ചേർന്ന് തന്നെ നിൽക്കണം. ചെയ്യേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കാലുകൾ അല്പം ബെൻഡ്, അതുപോലെ വയറ് അകത്തോട്ട്, സൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു സൈഡ് വരുമ്പോൾ മറു സൈഡ് നന്നായിട്ട് താഴണം. ഡംബൽ ഇങ്ങനെ ഉയർത്തി വേണം. ചെയ്ത് കഴിയുന്നവരെ ഒരു കാരണവശാലും വയറ് മുന്നിലോട്ട് വിടരുത്, എന്നാൽ ബ്രീത്ത് വിട്ട് തന്നെ ചെയ്യാൻ വേണം. നിങ്ങൾക്ക് എത്ര നമ്പറാണെന്ന് ഒരു സംശയം ഉണ്ടാവും. ആ നമ്പർ ഇപ്പോൾ വലത് കൈയിൽ ഭാഗത്ത് എത്രയാണോ ചെയ്തോ അതുപോലെ ഇടത് ഭാഗത്തും ചെയ്യണം. ഇതിൽ പരമാവധി നമ്പർ ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ 25 നമ്പർ വെച്ചാണ് ചെയ്യാൻ പറ്റുമെങ്കിൽ 25 നമ്പർ വെച്ച്, അത് 30 ആണെങ്കിൽ 30, 10 ആണ് 10, അത് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച്, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാം. അതിന് ഒരു കുഴപ്പമില്ല. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തെറ്റായിട്ട് ചെയ്യരുത്. വയറുള്ളിലോട്ട് പിടിക്കുക. അത് നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും കൈ ഇങ്ങനെ വൈഡായിട്ട് പോകരുത്, ഇങ്ങനെ, അതായത് ഇങ്ങനെ ചെയ്യരുത്. കൈ ചേർന്ന് ഉണ്ടോ വേണമെങ്കിൽ നമ്മൾ ഈ ഭാഗത്തുള്ള എത്ര തന്നെ ഫാറ്റ് ഇരുന്നാലും അല്ലെങ്കിൽ ഓളിയം ചതയുണ്ടെങ്കിൽ അത് ക്രമേണ അവിടുത്തെ ഓളിയം കുറഞ്ഞ് കറക്റ്റ് ലെവലിൽ വരും. എന്താ തെറ്റ് ചെയ്യരുത്, തെറ്റാതെ തന്നെ ചെയ്യണം. നട്ടൽ നിവർന്ന് തന്നെ ഇരിക്കണം. നട്ടൽ ഇങ്ങനെ വളഞ്ഞ് നിന്ന് ഒരിക്കലും ചെയ്യാൻ നോക്കരുത്, നിവർന്ന്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചല്ലോ. വയറുള്ളിലോട്ട്, കൈകൾ 2 വശങ്ങളിലോട്ട്, കൈ വൈഡാകാൻ പാടില്ല, കാലുകൾ ഒരല്പം ബെൻഡ്. ഈ ബെൻഡ് എന്ന് ഉദ്ദേശിച്ചാൽ നമ്മളെ ബോഡി വെയിറ്റ് അല്പം, കാലിൻ്റെ മുട്ടുകൾ അല്പം വളച്ച് മുന്നിലോട്ട് വയ്ക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ബോഡി വെയിറ്റ് ഈ കാലിൻ്റെ മസിലിൽ നിൽക്കാനാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ അത്രയും കാര്യങ്ങളും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഇതൊക്കെ ചെയ്യുന്നതിനനുസരിച്ച് ഫുഡിൻ്റെ കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഫുഡിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ, ഇത് നമ്മളെപ്പോഴും ബോഡി വെയിറ്റ് കുറയ്ക്കാനുള്ള ആൾക്കാരാണെങ്കിൽ ബോഡി വെയിറ്റ് കുറയ്ക്കാനുള്ള ഡയറ്റ് എടുക്കുക. അതെടുത്ത് അത് നോക്കിയിട്ട് അതനുസരിച്ച് കഴിക്കാതിരിക്കരുത്. ആ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ തീർച്ചയായിട്ടും ആ ഫുഡ് നിങ്ങൾ നിർബന്ധമായി കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വ്യായാമം ചെയ്യാനുള്ള ഊർജ്ജം നമ്മുടെ ശരീരത്തുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പറയുന്നതിൽ അതിലൊരു വിട്ടുവീഴ്ച നിങ്ങൾ ചെയ്യരുത്. നമ്മൾ പറയുന്നത് അനുസരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, സൈഡ് ഉള്ളവർ കുറയ്ക്കുന്നതിന് ഈ എക്സസൈസ് വളരെ നല്ലൊരു എക്സസൈസാണ്. അതുപോലെ ഇത് മാത്രമായിട്ട് നിങ്ങൾ കുറയ്ക്കാമെന്ന് പറഞ്ഞ് ഇത് 2 ഡമ്പലോ അല്ലെങ്കിൽ വെയിറ്റ് എന്തെങ്കിലും സാധനം എടുത്ത് വെച്ച് നിങ്ങൾ ചെയ്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്താലും ഒരു വ്യത്യാസവും നിങ്ങൾക്കുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ചെയ്യേണ്ട കാര്യം, മറ്റ് എക്സസൈസ് എല്ലാം ചെയ്തതിന് ശേഷം വേണം ഇത് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അനുസരണയോട് ചെയ്യുക. ഓക്കെ.